വിശുദ്ധ യൗസേ പിതാവിനോടുള്ള സമർപ്പണം 26-ാം ദിവസം. തിരുക്കുടുംബത്തിൻ്റെ തലവനായ യൗസേപ്പ്. തിരുവചനം: പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. ധ്യാനം: പിതൃത്വം എത്രയോ ഭാഗ്യമുള്ളതാണ്. ഈശോയുടെ വളർത്തുപിതാവ് മാത്രമല്ല, തിരുക്കുടുംബത്തിൻ്റെ തലവനുമായ യൗസേപ്പിനെ ദൈവം എത്രയോ സമുന്നതമായിട്ടാണ് അനുഗ്രഹിച്ചത്. നസ്രത്തിലെ ഈശോ മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും തണലിലാണ് വളരുന്നത്. മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങിയുള്ള ജീവിതം. എല്ലാ നിയമങ്ങൾക്കും അധീനനായവൻ നിയമത്തിന് കീഴ്വഴങ്ങിയത് മനുഷ്യാവതാരം ചെയ്തുകൊണ്ടാണല്ലോ. കീഴ്വഴങ്ങാനാണ് നമുക്കാവാത്തത്. ഈശോ പഠിപ്പിച്ചു, കീഴ്വഴങ്ങുന്നത് ബലഹീനതയല്ല, ബലമാണ്. ശക്തിയില്ലാത്തവരുടെ ആയുധമല്ലിത്, ശക്തന്മാരുടെ പുണ്യമാണ്. ഈശോ കീഴ്വഴങ്ങിയത് അപ്പനായ യൗസേപ്പിനാണ്. മറിയം കീഴ്വഴങ്ങിയത് ഭർത്താവായ യൗസേപ്പിനാണ്. മറിയം പറയുന്നു, അങ്ങാണ് കുടുംബനാഥൻ, അങ്ങനോട് പറയുക, ഞാനത് അനുസരിക്കാം. സുഹൃതസമ്പന്നനായ അങ്ങയുടെ ഭാര്യയാകാൻ എനിക്ക് കഴിഞ്ഞത് എത്രയോ ഭാഗ്യമാണ്. അങ്ങയുടെ സാന്നിധ്യം എനിക്കും കുഞ്ഞിനും ഒരുപാട് സംരക്ഷണവും ബലവുമാണ്. യൗസേപ്പാകട്ടെ മറിയത്തിൻ്റെ എളിമ നിറഞ്ഞ വാക്കുകളിൽ തല താഴ്ത്തി നിന്നു. ഓ എൻ്റെ പ്രിയതമേ, ശക്തനായ ദൈവം നിന്നെ ഇത്ര കണ്ട് ഉയർത്തിയതിനായി നന്ദി പറയുന്നു. ഈ പ്രപഞ്ചത്തിന് പോലും ഉൾക്കൊള്ളാനാവാത്ത ഉടയവൻ മറിയമേ, നിന്റെ ഉദരത്തിലേക്കാണല്ലോ ചുരുങ്ങിയത്. എത്ര ഭാഗ്യപ്പെട്ട ഉദരമാണ് നിൻ്റേത്. നിനക്കൊപ്പമായിരിക്കാൻ കഴിയുന്നതിൽ പരം ആനന്ദം എന്താണുള്ളത്? തുല്യം ചെയ്യാനാവാത്ത സ്നേഹസേവനങ്ങളാണ് മറിയം ഭർത്താവിനായി ചെയ്തത്. ഭക്ഷണമൊരുക്കിയും ആശാരിപ്പുരയിൽ നിന്നെത്തുന്ന യൗസേപ്പിനെ സ്വീകരിച്ചും അവൾ നല്ലൊരു ഭാര്യയായി ആന്തരികതയിലുള്ള അവളുടെ ഔന്നത്യം ശുശ്രൂഷകളിൽ വിളങ്ങി നിന്നു. പിതൃത്വം ആദരിക്കപ്പെടണമെന്ന് തിരുക്കുടുംബത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഓരോ ദൗത്യത്തിനും അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ടെന്നറിയുമ്പോൾ പിതാവും മാതാവും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നു. അവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല. കുടുംബത്തെ ദൈവഭവനമാക്കാൻ ഓരോരുത്തർ ഓരോ ഭാഗം ഭംഗിയായി നിർവഹിക്കുന്നു എന്ന് മാത്രം. ഓ ഭാഗ്യവാനായ യൗസേപ്പേ, കുടുംബത്തിൻ്റെ തലവൻ എന്ന നിലയിൽ മറിയത്തെ ഉപദേശിക്കാനും അവൾക്ക് നിർദ്ദേശങ്ങൾ നൽകാനും നിനക്ക് കഴിഞ്ഞിരുന്നുവല്ലോ. ദൈവം നൽകുന്ന സ്വപ്നങ്ങളെ നീ മനോഹരമായി അവളോട് പങ്കുവച്ചു. അവളാകട്ടെ ഏറ്റവും ഗൗരവത്തോടെ നിന്നെ ശ്രവിച്ചു. നിങ്ങളുടെ പരസ്പര ബഹുമാനവും ആദരവും നിങ്ങളെ സേവിച്ച മാലാഖമാരെ പോലും നാണിപ്പിച്ചല്ലോ. എന്നാൽ ഞങ്ങളുടെ അവസ്ഥ നീ കാണുക. മക്കളുടെ മേൽ സ്വാധീനമില്ലാത്ത മാതാപിതാക്കളുടെ എണ്ണം പെരുകുന്നു. തനിക്കായി ആരുമില്ല എന്ന തോന്നലിൽ അനാഥത്വം വേട്ടയാടുന്ന കുഞ്ഞുങ്ങൾ വീടിനകത്തും പുറത്തുമുണ്ട്. ആരാണ് പ്രധാനി എന്ന ചോദ്യം കൊണ്ട് കുടുംബങ്ങളിലെ സമാധാനം തകരുന്നു. ആദരവ് പിടിച്ചുപറ്റാനുള്ള ശ്രമത്തിനിടയിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കുന്നു. സ്നേഹം കൈമോശം വരുന്നു. തീർച്ചയായും കുടുംബനാഥൻ ആദരവ് അർഹിക്കുന്നുണ്ട്. ആദരിക്കപ്പെടാൻ തക്ക വിധത്തിലുള്ള ജീവിതം നയിക്കുവാനുള്ള ബാധ്യതയും കുടുംബനാഥനുണ്ട് എന്നോർക്കണം. പുരുഷന് സ്ത്രീയേക്കാൾ മേന്മയുള്ളതുകൊണ്ടല്ലോ ദൈവം കുടുംബത്തിൻ്റെ നാഥനായ യൗസേപ്പിനെ നിയോഗിച്ചത്. മാനവകുലത്തിൽ മറിയത്തോളം ഭാഗ്യവതിയും മേന്മയുമുള്ളവൾ ആരാണ്? എന്നാൽ യൗസേപ്പിനെ മാനിക്കാൻ തിരുക്കുടുംബം തയ്യാറായി. പിതൃത്വം ആധിപത്യം വഹിക്കാനല്ല, ശുശ്രൂഷിക്കാനാണ്, സംരക്ഷിക്കാനാണ്. നല്ല പിതാക്കളുണ്ടെങ്കിലേ നല്ല കുടുംബങ്ങൾ ഉണ്ടാകൂ. പ്രാർത്ഥന: തിരുക്കുടുംബത്തിൻ്റെ തലവനായ മാർ യൗസേപ്പേ, അങ്ങ് ഞങ്ങളുടെ കുടുംബങ്ങളുടെ തലവനായിരിക്കണമേ. ആമേൻ.